ശ്രുതി പറയും അവളെ നന്നായി സംരക്ഷിക്കുന്നു എന്നുള്ള വിശ്വാസം അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. നിധിയുടെ അച്ഛൻ പറയും, നീയോ, നിൻ്റെ കയ്യിൽ എന്തുണ്ടായിട്ടാടാ, നീ ഒരു നെറികെട്ടവനാണെന്ന് ഒരിക്കൽ അവൾക്ക് മനസ്സിലാവും. അവൾ തിരികെ എൻ്റെ അടുത്ത് തന്നെ വരും. അത് കഴിഞ്ഞാൽ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിത്തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പൊട്ടിച്ചിരിക്കുക. സാറ് ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന്. എന്നിട്ടും മനസ്സിലായില്ലേ? നിധിയുടെ അച്ഛൻ അപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയാം, അവൾ എൻ്റെ അടുത്ത് വരിക തന്നെ ചെയ്യും. എൻ്റെ ഒരേ ഒരു മോളാണ് അവൾ, എൻ്റെ സ്വത്തിൻ്റെ അവകാശി. നീ അത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ശ്രുതി പറയും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് കത്തിച്ചിട്ട് അവളെ പറഞ്ഞയച്ചില്ലേ, അന്ന് അവൾ തീരുമാനിച്ചതാ നിങ്ങളൊന്നും ഇനി കാണണ്ടാന്ന്. എനിക്ക് വേണമെങ്കിലേ കേസിന് പോവാം. നിങ്ങളുടെ പാതി സ്വത്ത് ഡ്രൈവറുടെ കയ്യിലിരിക്കും. പക്ഷേ എനിക്ക് ആ സ്വത്ത് വേണ്ട. എനിക്ക് നിധിയെപ്പോലെ ഒരു നല്ല കുട്ടിയെ കിട്ടി, അതാ എൻ്റെ ഭാഗ്യം. അതിനെനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. നിധിയുടെ അച്ഛൻ പറയും, ഞാൻ വിചാരിച്ചാൽ ഒരു 7 ദിവസം കൊണ്ട് അവളെൻ്റെ വീട്ടിലെത്തും. കാണണം നിനക്ക്? ഇത് കേൾക്കുമ്പോൾ ശ്രുതി കളിയാക്കി ചിരിക്കും. നിധിയുടെ അച്ഛൻ പറയും, വണ്ടി നിർത്തടാ. ശ്രുതി വണ്ടി സൈഡാക്കുമ്പോൾ നിധിയുടെ അച്ഛൻ ഇറങ്ങിയിട്ട് ശ്രുതിയുടെ കോളറിൽ പിടിച്ച് പറയും, അവളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കും. അന്ന് തുടങ്ങും നിൻ്റെ കഷ്ടകാലം. ഈ ദിവസം എന്നോട് ഈ കാറിലിരുന്ന് നീ പറഞ്ഞതോർത്ത് നീ മരണം വരെ ദുഃഖിക്കും. നിധിയുടെ അച്ഛൻ പോയി കഴിയുമ്പോൾ ശ്രുതി നിധിയെ ഫോൺ വിളിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, ഞാൻ പഠിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, എപ്പോൾ നോക്കിയാലും പഠനമാണോ? എന്താ കാര്യമെന്ന് നിധി ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാനിന്ന് ഒരാളെ കണ്ടിരുന്നു. തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. നിധി ചോദിക്കും, എനിക്ക് വേണ്ടപ്പെട്ട ആളോ? ആരാത്? ശ്രുതി അച്ഛനെ കണ്ട കാര്യമൊക്കെ പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് നിധി ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എന്നെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോയില്ല. തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടി അച്ഛനെ പോലെയാണല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടിച്ച് 2 പല്ലെങ്കിലും ഞാൻ താഴെ ഇട്ടേനെ. നിധി ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയോട് മാപ്പ് പറയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഭാഗം ന്യായീകരിച്ചാണ് പറയുന്നത്. ശ്രുതി ഹരീഷിൻ്റെ ഷോപ്പിലേക്ക് പോകും. ചെല്ലുമ്പോൾ തന്നെ ഹരീഷിന് മനസ്സിലാവും എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന്. ഹരീഷ് ചോദിക്കും, കാശ് വല്ലതും വേണോ? ശ്രുതി പറയും, പിന്നെ നീ ഇവിടെ ഫിനാൻസ് നടത്തല്ലേ? എടാ, ഞാനൊരു സ്നേഹം കൊണ്ട് നിന്നെ കാണാൻ വന്നതല്ലേ. ഹരീഷ് പറയും, അതല്ല, എന്തോ എന്നോട് പറയാനുണ്ട്. ശ്രുതി പറയും, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഹരീഷ് അവിടെയുള്ള 2 ആളെയും ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയും, ഇനി എന്താ പറയാനുള്ളത്, പറഞ്ഞോ. ശ്രുതി പറയും, ഇന്ന് നിധിയുടെ അച്ഛൻ എൻ്റെ കാറിൽ കയറിയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കായി. പുള്ളി പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന. ഹരീഷ് ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രുതി പറയും, ഇത് കേട്ടാൽ മതിയായിരിക്കും, ഇതിനാ ഞാൻ നിൻ്റെ അടുത്ത് വന്നത് തന്നെ. ശ്രുതി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹരീഷ് ഒരു സ്കൂട്ടർ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. ശ്രുതിക്ക്, നീ എന്താണ് അവിടെ സ്പായാണ് നടത്തുന്നത്? ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ സ്കൂട്ടറിൽ തടവിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള പണിക്കാരൻ പറയും, അത് നീതുവിൻ്റെ വണ്ടിയാണ്, അതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എപ്പോൾ നോക്കിയാലും ഹരീഷേട്ടൻ അതും പണിതുകൊണ്ടിരിക്കും. ശ്രുതി പറയും, ഓ അതാണല്ലേ. ഹരീഷ് പറയും, അങ്ങനെയൊന്നല്ല സുധീഷേട്ടാ, ഇതിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. നിധിയുടെ അച്ഛൻ ശ്രുതിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുണിനെ വിളിച്ച് അങ്ങോട്ടുള്ള വഴി ചോദിക്കും. അരുൺ വഴി പറഞ്ഞു കൊടുക്കും. നിധിയുടെ അച്ഛൻ ആ ജംഗ്ഷനിൽ നിർത്തിയിട്ട് ഒരാളോട് ചോദിക്കും. ആ സമയത്ത് സുഭാഷ് ഉണ്ടാവും അവിടെ. പുള്ളിക്കാരൻ സുഭാഷിനെ വിളിച്ച് പറയും, ദാ നിൻ്റെ വീട്ടിലേക്കുള്ള കോളാ. സുഭാഷ് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിധിയുടെ അച്ഛൻ പറയും, ഞാൻ നിധിയുടെ അച്ഛനാ.